എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം മലയാളത്തിലെ പുതിയ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. വലിയ താരനിരയോടെ വമ്പൻ സർപ്രൈസുകൾ ഒരുക്കി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം മികച്ച ഒരു ദൃശ്യവിരുന്ന് ആകും എന്നതിന് യാതൊരു തർക്കവും ആർക്കുമില്ല. ചിത്രത്തിന്റെ ട്രെയിലർ കൂടി അടുത്ത ദിവസം പുറത്ത് ഇറങ്ങി എല്ലാവരും അത് കണ്ടതോടെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും ഡീകോഡിങ്ങുകളും ശക്തപ്പെട്ടു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് വില്ലൻ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ എമ്പുരാന്റെ ആരാധകർ ചോദിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പുളി എന്ന എബ്രഹാം ഖുറേഷി എന്ന അന്താരാഷ്ട്ര സംഘത്തലവനോട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള വില്ലനാര് എന്നതാണ് ചോദ്യം. ട്രെയിലറും പടം റിലീസ് അനൗൺസ്മെന്റും പോസ്റ്ററിലും വില്ലന്റെ മുഖം ഇതുവരെ വ്യക്തമല്ല. ഏതോ ഒരു നടന്റെ ബാക്ക് ഷോട്ട് മാത്രമാണ് നമ്മൾ പോസ്റ്ററിലോ അല്ലെ ട്രെയിലറിലോ ഒക്കെ കാണിക്കുന്നത്. വെള്ള ഡ്രാഗൺ ചിഹ്നമാണ്, അതായത് ഒരു ഷർട്ടിന്റെ പുറത്ത് വെള്ള ഡ്രാഗൺ ചിഹ്നം ഉള്ള ഒരു വില്ലനെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ബാക്ക് ഷോട്ട് ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി മുതൽ ഫഹദ് വരെയുള്ള താരങ്ങള് ആണ് ചിലരെല്ലാം ഈ വില്ലന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഊഹിച്ചു വരുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് വില്ലൻ ആരായാലും, അതായത് എബ്രഹാം ഖുറേഷിയോട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഒരു ഒന്നൊന്നര വില്ലനാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ ഡ്രാഗൺ ചിഹ്നം തന്നെയാണ് അതിന് കാരണം. എന്താണ് ആ ഡ്രാഗൺ ചിഹ്നത്തിന്റെ പിറകിലെ രഹസ്യം? അത് തേടി നമ്മൾ പോകുമ്പോൾ നമ്മൾ നേരെ ജപ്പാനിലേക്കാണ് എത്തുന്നത്. അതായത് ജപ്പാനിലെ ക്രൈം സിൻഡിക്കേറ്റ് ആയ യക്കൂസ ഗാങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഡ്രാഗൺ ചിഹ്നം. നമ്മുടെ ലൂസിഫർ സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്ന പത്രക്കട്ടികങ്ങളിൽ ഖുറേഷി എബ്രഹാം ലോകത്തിലെ വിവിധ സിൻഡിക്കേറ്റുകളെ നേരിടുന്നതായി ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. എന്താണ് ഈ യക്കൂസ ഗാങ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ജപ്പാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിഗൂഢ ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഈ യക്കൂസ ഗാങ്. ഗാക്കുതോ വയലൻസ് ഗ്രൂപ്പ് എന്നീ പേരുകളിലും ഈ സംഘം അറിയപ്പെടുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് യക്കൂസ സംഘം സ്ഥാപിതമായതെന്നാണ് ഒരു വിശ്വാസം. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നവയിൽ ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനകളിൽ ഒന്നാണ് യക്കൂസ ഗ്രൂപ്പ്. അവരുടെ പരിപാടികൾ എന്തെന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ, നിയമവിരുദ്ധ ചൂതാട്ടങ്ങൾ, ലൈംഗിക തൊഴിൽ, കള്ളക്കടത്ത്, മയക്കുമരുന്ന് എന്നിവയാണ് യക്കൂസ സംഘത്തിലെ പ്രധാന വരുമാന മാർഗങ്ങൾ. 1963 ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതായത് യക്കൂസ അംഗങ്ങളുടെ മൊത്തം ആസ്തി ആ സമയത്ത് 1,84,000 ആയിരുന്നു. എന്നാൽ നിലവിൽ യക്കൂസയിൽ ഏകദേശം 10,400 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ 10,000 അർദ്ധ അംഗങ്ങളും ആണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് യക്കൂസ അംഗങ്ങളുടെ അംഗസംഖ്യ ഇത്ര കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യുവതലമുറയിൽ പെട്ടവർ ഈ സംഘടനയിൽ ചേരാൻ താല്പര്യം കാണിക്കാത്തതിനാലാണ് അംഗങ്ങളുടെ എണ്ണം കുറയുന്നത്. നിലവിൽ യക്കൂസയിൽ ഉള്ളവരിൽ ശരാശരി പ്രായം എടുത്തു നോക്കിയാൽ എല്ലാവരും പ്രായം കൂടിയവരാണ്. ഏകദേശം പ്രായം എടുത്തു നോക്കിയാൽ ഏകദേശം 54 വയസ്സാണ് ഒരു ഏവറേജ് പ്രായം. പക്ഷെ ആരാധകർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഖുറേഷി തന്നെയാവും യക്കൂസ ഗാങ്ങിന്റെ തലവനെന്നും ഒരു വ്യാഖ്യാനം ഉണ്ട്. മുൻപ് പുറത്തിറങ്ങിയ പോസ്റ്റർ തന്നെയാണ് ഇതിനുള്ള ഒരു കാരണം. യക്കൂസ ഗാങ്ങിലെ ഗോഡ് ഫാദർ കറുത്ത കർട്ടന് പുറകിൽ നിൽക്കുകയാണുള്ളത്. ഇയാളുടെ പേര് കുറോമാക്കു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു കർട്ടനും ഇതിനു പുറകിൽ നിൽക്കുന്ന മോഹൻലാലിന്റെയും പോസ്റ്റർ നമുക്ക് പല ഇടത്തും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ യക്കൂസ ഗ്രാമിന്റെ ഒരു ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പ്രതിരോധിക്കാനും ഉണ്ടാക്കിയ ഒരു സംഘടനയായും ചരിത്രത്തിൽ അതിനെ കാണുന്നവരുണ്ട്. പിന്നീട് കാലക്രമേണ അതിൽ തലപ്പത്ത് വന്ന ചിലരുടെ മോശം പ്രവർത്തനം മൂലം ഈ സംഘടന ഒരു മോശം അവസ്ഥയിലേക്ക് പോകുകയായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ലൂസിഫറിൽ സ്റ്റീഫൻ 18 വർഷത്തോളം നാടുവിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സംഘത്തിൽ യക്കൂസയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എത്തിപ്പെട്ടതെന്ന് ആ കാര്യങ്ങൾ ചികഞ്ഞു പോയി കഴിഞ്ഞാൽ നാട് വിട്ട് താമസിക്കുന്ന അനാഥനായ സ്റ്റീഫനെ ഏതെങ്കിലും യക്കൂസ അംഗം മകനായി സ്വീകരിച്ചിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം ഉള്ള ഉത്തരത്തിന് ഇനി കുറച്ചു നാളുകൾ മാത്രമേ
ബാക്കിയുള്ളൂ. 27-ാം തീയതി രാവിലെ 6 മണിക്ക് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുവരെ ആരാധകരും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് 27-ാം തീയതി വൈകിട്ടോടെ സംസാരിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.